അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. എന്തൊക്കെയാണ് വിശേഷം? തന്നെ നമ്മളിപ്പോൾ ജീവിതത്തിൽ ഡെയിലി ലൈഫിൽ നമ്മൾ തുടർച്ചയായി ചെയ്യേണ്ട ബർക്കത്ത് നമുക്ക് കിട്ടുന്നൊരു അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ജീവിതം എന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ പാഴായിപ്പോകുന്നതിന് പകരം ജീവിതം നമ്മളിവിടെ ചില അടയാളപ്പെടുത്തലുകളെല്ലാം നടത്തണം. അത് ഏത് മേഖലയിൽ നമ്മൾ പ്രവർത്തിക്കുന്നതാണെങ്കിലും അതാത് മേഖലകളെക്കുറിച്ച് ആദ്യം ഒന്ന് പഠിക്കണം. ആ പഠിച്ചിട്ട് നമ്മളെ ജീവിതത്തിൽ ഒരു ചിട്ട ഉണ്ടാക്കി തരും. ഈ ജീവിതത്തിൽ ബർക്കത്ത് എന്ന സമൃദ്ധി എന്നതിൻ്റെ അർത്ഥം അത്ഭുതകരമായ സമൃദ്ധി നമുക്ക് അനുഭവത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. 24 മണിക്കൂറാണ് ജീവിതത്തിന് ഓരോ ദിവസം ഉണ്ടാവുക. ഈ 24 മണിക്കൂറിൽ ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്, കുറഞ്ഞ കാര്യങ്ങൾ മാത്രം ചെയ്യുന്നവരുണ്ട്, ഒന്നും ചെയ്യാതെ വെറുതെ ജീവിതം ഇങ്ങനെ പാഴായി പോകുന്ന ആളുകളുണ്ട്. കാരണം ജീവിതത്തിൽ കാര്യമായിട്ട് വേണ്ടി ഒരു ചിട്ടയാണ് ജീവിതത്തിൽ ഏതിലും. അത് ഭക്ഷണത്തിലായാലും വസ്ത്രത്തിലായാലും ഉറക്കിലായാലും നമ്മുടെ പ്രവർത്തനങ്ങളിലായാലും ഓരോന്നിന് പറ്റിയ സമയങ്ങളും കണ്ടുപിടിച്ച് ഒരു ജീവിതത്തിൻ്റെ ഒരു ടൈം ടേബിൾ എന്ന് പറയുക. അത് നമ്മൾ മനസ്സുകൊണ്ട് ഉണ്ടാക്കി തീർത്ത് നമ്മളത് പ്രാബല്യത്തിൽ വരുത്തിയാൽ വലിയ ബർക്കത്ത് നമ്മുടെ ജീവിതത്തിന് ഉണ്ടാകും. നേരത്തെ ഉറങ്ങി നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളത് തന്നെ വലിയ ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. ജീവിതത്തിൽ ബർക്കത്തുണ്ടാകും. പിന്നെ ജോലി സംബന്ധമായും കച്ചവട സംബന്ധമായെല്ലാം സാഹചര്യത്തിനനുസരിച്ച് ഗൾഫ് നാടുകളും മറ്റെല്ലാം വ്യത്യാസങ്ങൾ വരും. അത് പിന്നെ സാഹചര്യത്തിൻ്റെ ഇതുകൊണ്ട് അല്ലാഹു തആല ഒരു പ്രത്യേക ബർക്കത്ത് തരും എന്നുള്ള വിശ്വാസമാണ്. അല്ലെങ്കിൽ സാധാരണഗതിയിൽ വേണ്ടിയത് രാവിലെ എഴുന്നേൽക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ പ്രധാന കാര്യങ്ങളെല്ലാം രാവിലെ നടക്കണം. അതിലാണ് ബറക്കത്ത്. ആത്മീയമായി തന്നെ ആരംഭന വിധങ്ങൾ ബറക്കത്തിന് വേണ്ടി ദ്വേറുന്ന സമയമാണ് പ്രഭാതം. അതുപോലെ തന്നെ മര്യാദ പെരുമാറ്റത്തിലും സംസാരത്തിലും നോട്ടത്തിലും ഇരുത്തത്തിലും നമ്മുടെ ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്ന ശരീരഭാഷ തന്നെ നന്നാക്കി ഒരാളെ നമുക്ക് കണ്ടാൽ ഇവൻ ആരാണ്, അഹങ്കാരിയാണോ അല്ലെങ്കിൽ ഇവൻ ഒരു മനസ്സിന് നല്ല ഒരു വിശാലതയുള്ള ആളാണെന്നൊക്കെ പ്രവർത്തനങ്ങളെ കൊണ്ട് തിരിയും. അത് തിരിയുന്ന രൂപത്തിലുള്ള പെരുമാറ്റങ്ങൾ, അതിന് മൊത്തത്തിൽ അദബ് എന്ന് പറയും. ഇതൊരു മനുഷ്യന് തുടക്കം മുതൽ ഒടുക്കം വരെ ഉണ്ടായിരിക്കേണ്ട ഒരു സംഗതിയാണ് അദബ്. അതുപോലെ കാര്യബോധമുണ്ട്, റുഷ്ദ്. വെറുതെ എന്തെങ്കിലും ചിരിച്ച് കളിച്ച് ചെയ്യുന്നതിന് പകരം ചിന്തിച്ച് ആലോചിച്ച് ഇതിനെക്കൊണ്ട് നേട്ടങ്ങൾ എന്താണെന്നൊക്കെ വിലയിരുത്തി എന്നിട്ടൊരു ചിട്ടയോടുകൂടി ചെയ്യുന്ന കാര്യബോധം. ഈ 3 സംഗതി ഉണ്ടായാൽ തന്നെ ജീവിതത്തിന് ബർക്കത്തുണ്ടാകും. അതൊക്കെ നമ്മൾ കണ്ടവരാണ് വലിയ വലിയ മഹാന്മാർ. അവരെ കൊണ്ട് നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.